ഹായ് ഹലോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ജോലിയെല്ലാം ചെയ്ത് തീർക്കണം. കാരണം ഇന്ന് പുതിയൊരു തുടക്കമാണ്, പുതിയ വർഷം. സ്കൂളിലോട്ട് പോകുന്നതിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ രാവിലെ ജോലിയെല്ലാം തീർത്ത് മോള് സ്കൂൾ ബസ്സിൽ പോവും. എനിക്ക് ചെറിയ മോളെയും കൊണ്ട് കൂടെ പോകണം. അവരുടെ പേരൻറ്റ്സ് മീറ്റിങ്ങിനെല്ലാം പങ്കെടുക്കണം. വലിയ ആളുടെയും പങ്കെടുക്കണം, എങ്കിലും ചെറിയ ആളെയും കൊണ്ട് ചെല്ലണമെന്നാണ് നിർബന്ധം. വലിയ ആൾ ബസ് വരുമ്പോൾ ബസ്സിൽ കയറിപ്പോവും. ഇന്ന് ബസ് വരും. അപ്പോൾ ഞാൻ രാവിലെ എണ്ണീറ്റ് പല്ലൊക്കെ തേച്ച് ചെന്ന് അവരെയും കൂടെ എല്ലാം വിളിച്ചുണർത്തി. ആദ്യം തന്നെ ഞാൻ എല്ലാവരും പല തട്ടയിലാണ് കിടക്കുന്നത് കേട്ടോ. രണ്ട് കട്ടിലും ബെഡും കൂടെ വേറെ ഉള്ളതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കും. പിന്നെ ഞാൻ എണീറ്റ് കഴിയുമ്പോൾ അതെല്ലാം മടക്കി, പുതപ്പെല്ലാം മടക്കി വെച്ചിട്ട് എല്ലാവരെയും കൂടെ ഒന്നിച്ച് പിടിച്ച് കിടത്തിയാൽ പിന്നെ അവിടെ നിന്ന് എണ്ണിപ്പിക്കാനാണ് പാട്. പിള്ളേർ എണ്ണീറ്റാലും ആ പിള്ളേരെയും കൂടെ പിടിച്ച് കിടത്തി ഉറക്കും. അവിടുന്ന് എന്ന് കുത്തിപ്പൊക്കാൻ ഇത്രയും കഷ്ടപ്പെടണം. ഒന്നിച്ച് കിടത്തിയില്ലെങ്കിൽ എല്ലാ ബെഡിലും പുതപ്പും തലാണ് എല്ലാം കിടക്കും. അതെനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എണീറ്റ് വരുമ്പോൾ ഞാനെല്ലാം മടക്കി വെച്ചിട്ട് എല്ലാവരെയും കൂടെ ഒന്നിച്ച് കയറി കിടക്കാൻ പറയും. അങ്ങനെ അവിടുന്ന് പിന്നെ ഞാൻ പുറകിന് വന്ന് വിളിച്ച് ഓരോരുത്തരായിട്ട് എണ്ണീറ്റ് വരുന്നുണ്ട്. കൊച്ചുമ്മ എണീറ്റ് വന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കുക വന്നപ്പോൾ കൊച്ചുമ്മ ചിരിച്ചുകൊണ്ട് വരും. പെട്ടല്ലോ എന്ന് വിചാരിച്ചാന്ന് തോന്നും. അവിടെ ഞാൻ നേരെ അടുക്കളയിൽ പോയി കാപ്പിക്ക് വെള്ളം വെച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ജോലിയെല്ലാം ക്ഷണപ്പെടാതെ തീർക്കണം. 9 മണിക്ക് വണ്ടി വരുന്നതിന് മുമ്പേ എല്ലാം റെഡി ആവണം. അനുമോനെ വണ്ടിയെ കയറ്റി വിട്ടേച്ച് അതിന് തൊട്ട് പുറകെ ഓട്ടോയിൽ ഞങ്ങൾക്കും പോകണം. അപ്പോൾ ആദ്യം കാപ്പിക്കുള്ള വെള്ളം വെച്ചു. പിന്നെ പോയി വാതിൽ തുറന്ന്. നല്ല മഴയായിരുന്നു. ഇന്ന് മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. ഇനി മുറ്റം എല്ലാം തൂത്തു വാരണം. മുറ്റം തൂത്ത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും അനുമോനും കൊച്ചുമ്മയും കൂടെ ബാഗിനകത്തെല്ലാം എടുത്ത് വെച്ച്. ഇന്ന് വലിയ ബുക്കും പുസ്തകമൊന്നും കൊണ്ടുപോകണ്ട. റഫ് ബുക്കും വെള്ളവും സ്നാക്സും ഒക്കെ പോയാൽ മതി. ഇന്ന് ഉച്ച വരെ ഉള്ളു ക്ലാസ്. അനുമോന് 12:30 വരെയും കൊച്ചുമ്മയ്ക്ക് അവരുടെ മീറ്റിംഗ് കഴിയുന്നിടം വരെ. ഞാൻ പിന്നെ പെരയ്ക്കകം എല്ലാം തൂത്ത് വാരി. അത് കഴിഞ്ഞ് ഞാൻ പോയി അനുമോനോട് പറഞ്ഞപ്പോൾ ഗേറ്റ് തുറക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾ ഗേറ്റ് തുറക്കാൻ പോയി. അവിടുന്ന് ഞാൻ പോയി പെട്ടെന്ന് പോയി കുളിച്ച് വന്ന് വിളക്ക് വെച്ച് കഞ്ഞിക്ക് വെള്ളം വെച്ചായിരുന്നു. കഞ്ഞിക്ക് ഉള്ള ചോറെല്ലാം ആക്കി ഞാൻ റൈസ് കുക്കറിനകത്ത് അരി കിട്ടിയ റൈസ് കുക്കറിനകത്ത് ഇറക്കി വെച്ചിട്ടാണ് ഞാൻ പോയി കുളിച്ച് വിളക്കം കത്തിച്ച് അതിൻ്റെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഇനി എല്ലാ ദിവസവും രാവിലെ വിളക്ക് കത്തിക്കാമല്ലോ. ഇത്രയും നാൾ ഒന്നും കറക്റ്റല്ലായിരുന്നു. സ്കൂൾ അടച്ചപ്പോൾ മൊത്തം ഉഴപ്പായിരുന്നു. അവിടുന്ന് വിളക്കം കത്തിച്ച് പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് നേരെ ഞാനും അടുക്കളയിലേക്ക് വന്നു. അനുവമ്മയുടെ ജോലിയെല്ലാം ഇനി അനുവിൻ്റെ ജോലിയാണ് കുപ്പി കഴുകുക, വൃത്തിയാക്കുക. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് എടുക്കുന്നത് അതുകൊണ്ട് അത് ചൂടുവെള്ളം കൂടെ ഒഴിച്ചൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ച് അവിടെ നിന്നെല്ലാം കൊണ്ടുപോയി എല്ലാം നിറച്ചെല്ലാം തുടച്ച് ടിഫിൻ ബോക്സ് എല്ലാം അവർ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചോളും. എല്ലാം ഇനി ആക്കി കൊടുത്താൽ മതി. അതെല്ലാം അനുഭവം കറക്റ്റായിട്ട്. അപ്പോൾ ആ ജോലിയെല്ലാം പിള്ളേർ തന്നെ ചെയ്തോളും. ഞാൻ ആ സമയം കൊണ്ട് കിച്ചണിലെ പരിപാടിയെല്ലാം ഒരുവിധം ഒതുക്കാനുള്ള ശ്രമമായിരിക്കും. അല്ല എല്ലാം ഒരാളും എടുത്തുമെന്ന് വിചാരിച്ചാൽ തീരത്തില്ല, സമയത്ത് പോകാൻ പറ്റത്തില്ല. കൊച്ചുമ്മ ഒന്നും ചെയ്യത്തൊന്നുമില്ല. അനുമോനെല്ലാം ഇതിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ അനീഷണ് ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല. പിന്നെയും ഞാൻ പോയി വിളിച്ചപ്പോഴെങ്ങാണ്ടാണ് തോന്നുന്നു എഴുന്നേറ്റ് വന്നത്. അവിടുന്ന് ഞാൻ പിന്നെ ഇന്ന് പയറ് മെഴുക്കുവരട്ടിയും വെച്ച് കിഴങ്ങും മുരിങ്ങയും കൂടെ ഇട്ട് മുളക് കറിയും വെച്ച് രാവിലത്തേക്ക് തക്കാളി ചട്നിയും ദോശയും ഉണ്ടാക്കാമെന്നും പറഞ്ഞു. അപ്പോൾ ഇത്രയും ആക്കി വെച്ചിട്ട് പോയാൽ സ്കൂളിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ ചോറ് ഉണ്ണാം. അതിനിടയ്ക്ക് തന്നെ അരിയൊക്കെ അടച്ച് അവിടുന്ന് ഞാൻ പിന്നെ എല്ലാം അരിയാൻ തുടങ്ങി. എല്ലാം പെട്ടെന്ന് തീർക്കാമെന്നുള്ള വിചാരത്തിലാണ്. പക്ഷേ ഇന്ന് വിളക്കൊക്കെ കത്തിക്കുമ്പോൾ ഇപ്പോൾ കുറേ സമയം പോയി. എന്നാലും കുഴപ്പമില്ല. അത്രയും വെളുപ്പിന് തന്നെ എണ്ണിറ്റ് ഈ സമയത്ത് അതിനടുത്തേക്കും അച്ഛൻ പറഞ്ഞ് എണ്ണിക്കട്ടെ, ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാം, നീ എല്ലാം ആക്കുമ്പോഴത്തേക്കും. തലേദിവസം എല്ലായിടും പോയതാണെങ്കിലും ഇവിടെ അടുത്ത് അമ്പലത്തിലും കൂടെ പോയിട്ട് വരാം പിള്ളേരെ കൊണ്ടെന്നും പറഞ്ഞ് ഞാൻ ഇതൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് അവരെല്ലാം പോയി കുളിച്ച് റെഡിയായിട്ട് അച്ഛനും മക്കളും കൂടെ അമ്പലത്തിൽ പോകാനൊക്കെ ആയിട്ട് റെഡിയായിട്ട് വന്നു. ഞാനപ്പോൾ ആദ്യം ഉച്ചക്കത്തേക്കുള്ളത് ആദ്യം ആക്കി. അതിനുശേഷം അവർ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും ചൂടോടുകൂടി ദോശയും ഈ പ്ലെയിൻ ദോശ ആയതുകൊണ്ട് ചൂടോടുകൂടി ഉണ്ടാക്കി കൊടുത്ത് തിന്നാനാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഇതെല്ലാം ആക്കിയെന്ന് വെച്ചാൽ അണ്ണനും ചോറ് കൊടുത്ത് വിടാം. അണ്ണനും ഇന്നോട്ടങ്ങ് ചോറ് കൊണ്ടുപോട്ടെന്ന് വിചാരിച്ചു. ദൂരോട്ട് പണിക്ക് പോകുമ്പോൾ അണ്ണൻ അവിടെ നിന്ന് ചോറ് കഴിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ 2 മാസം മിക്ക ദിവസങ്ങളിലും അണ്ണൻ വെളിയിൽ നിന്ന് കഴിക്കുകയാണ് ചെയ്തത്. രാവിലെ വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ ഇനി തൊട്ട് അങ്ങോട്ട് എന്നും രാവിലെ വെക്കും. അപ്പോൾ അത് തന്നെ എല്ലാവരും കൊണ്ടുപോകും. ഇനിയാണ് ഒരു അടുക്കും ചിട്ടയൊക്കെ വരുന്നത്. ഇത്രയും നാൾ എപ്പോഴോ എണ്ണിക്കുന്നത്, എപ്പോഴോ കാര്യങ്ങൾ ചെയ്യുന്നത്. 2 മാസം നല്ല ഇതായിരുന്നു. ഒന്നാമത്തെ കാര്യം എനിക്ക് കൈ വയ്യാതെ വരുന്ന അവസരത്തിൽ മാത്രമേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ ദിനചര്യകളെല്ലാം തെറ്റിപ്പോകുന്നത്. അല്ലാത്തപ്പോൾ എല്ലാം കറക്റ്റായിട്ട് തന്നെ നടക്കും.
നമ്മുടെ ആരോഗ്യം മോശമല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം നടക്കത്തില്ല. നമ്മൾ മാത്രമല്ലേ വീട്ടിലുള്ളൂ. നമ്മളെ സഹായിക്കാനും എടുക്കാനും ഒന്നും മറ്റാരും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മുടെ ആരോഗ്യം അനുസരിച്ച് മതി. ഇവിടെ വലിയ നിർബന്ധമൊന്നും ഇല്ല ആർക്കും. എങ്കിലും എനിക്ക് സ്കൂൾ തുറക്കുമ്പോൾ ഞാൻ കറക്റ്റായിട്ടെല്ലാം ഞാൻ ചെയ്യും. അപ്പോൾ എല്ലാം വെന്ത് മുളക് പൊടി ഇട്ട് ഇനി ഇത് വഴറ്റി ഇത് ഇറക്കിയിട്ട് വേണം ഇതിനകത്ത് ഇതേ പാത്രത്തിൽ തന്നെ വേണം തക്കാളി ചട്നിക്ക് വെക്കാൻ. എനിക്ക് ഉള്ള പാത്രം എല്ലാം കൂടെ എടുത്തിട്ട് ഞാൻ ഒന്നെടുത്തത് അടുത്തതിനകത്തോട്ട് മാറ്റിയിട്ട് അടുത്ത് അങ്ങനെ തന്നെ അങ്ങ് ഉപയോഗിക്കും. അപ്പോഴത്തേക്കും അവർ പോകാൻ ഇറങ്ങി. അവർക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടേച്ച് ഞാൻ പിന്നെ ദോശ ഇടാനായിട്ട് നിന്നു. ടാറ്റ. കൊച്ചുമ്മയ്ക്ക് ഹാപ്പിയായി. രാവിലെ തന്നെ കറങ്ങാൻ പോകാൻ പറ്റി. അച്ഛയിൽ ഉണ്ടായിരുന്നെങ്കിൽ കൊച്ചുമ്മ അച്ഛയും വിളിച്ചുകൊണ്ട് സ്കൂളിൽ പോകണമെന്നും പറഞ്ഞായിരുന്നു. അത് മാത്രം നടന്നില്ല. അവിടെ ഞാൻ ദോശ ഇടാനായിട്ട് വന്നു. അതെല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് വേഗം ദോശയും കൂടെ ആക്കി ഇതെല്ലാം ആക്കി വെച്ച് അടുക്കി പെറുക്കി വൃത്തിയാക്കി വെച്ച് തൂത്തും വാരിയിട്ടിട്ട് വേണം എനിക്ക് പോകാൻ. എനിക്ക് എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ജോലി ചെയ്ത് പാടില്ല. അതെനിക്ക് ഇഷ്ടമല്ല. എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ പിന്നെ കാരണം ഞാൻ സ്കൂളിൽ പോയി പോസ്റ്റ് അടിച്ചിരിക്കണം. സ്കൂളിലോട്ട് ചെന്ന് ആദ്യം കൊച്ചമ്മയുടെ സ്കൂളിൽ ഫുൾ ടൈം പോസ്റ്റ് അടിച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് വന്ന് അനുമ്മയുടെ സ്കൂളിലിരിക്കണം. പിന്നെ രണ്ടുപേരും മുടിച്ചുകൊണ്ട് വരണം. അപ്പോഴത്തേക്കും അമ്പലത്തിൽ പോയിട്ട് അവർ വന്നത്. അതുകൊണ്ട് ഒപ്പിച്ചതിന് അച്ഛൻ കളിയാക്കുമോ. ഇനി അച്ഛൻ പോകാൻ ഇറങ്ങുവാണ്. അച്ഛയൊക്കെ ഫുഡ് കഴിക്കുന്നതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. എന്തൊക്കെയോ എടുത്തു എന്തൊക്കെയോ എടുത്തില്ല. തിരക്കിനിടയ്ക്ക് ഇത്രയും സമയമല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് എല്ലാം ആക്കണ്ടേ. അങ്ങനെ അച്ഛൻ യാത്ര പറഞ്ഞ് അച്ഛൻ പറഞ്ഞു വിട്ടു. അപ്പോൾ അച്ഛയെ കൊണ്ട് ഗേറ്റ് തുറന്ന് വിട്ടിട്ട് വരാൻ വേണ്ടി അനുമോൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഇറങ്ങിയില്ല. സാധാരണ ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങും. ഇന്നിപ്പം ഞാൻ ഇറങ്ങിയില്ല. ഞാൻ പെട്ടെന്ന് ജോലി തീർക്കാനുള്ള ധൃതി ആയതുകൊണ്ട് അച്ഛൻ പൊക്കോട്ടെന്ന് പറഞ്ഞു. അറച്ച് തിന്നോണം കേട്ടാ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചുമ്മ എന്നാൽ മുരിങ്ങയ്ക്ക കറിയായിട്ട് തന്നെ ഞങ്ങൾ കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് മുരിങ്ങയ്ക്ക കിഴങ്ങറി ഇട്ട് അവൾ ദോശ ഇരുന്നു. അനുമാനപ്പോൾ തുണി തേക്കാനെല്ലാം എടുത്ത് വെച്ച് ഞാനും കൂടെ എല്ലാം സഹായിച്ചു കൊടുത്ത് അവിടുന്ന് പിന്നെ പെട്ടെന്ന് ഒരുക്കമായി. ഇനി കൊച്ചുമ്മയുടെ എന്നുള്ള പരിപാടി നമ്മൾ ഒരുക്കിയാലും പിന്നെ എൻ്റെ കൊച്ചുമ്മയുടെ ഒരു സ്പെഷ്യൽ മേക്കപ്പ്. അത് കഴിഞ്ഞ് സ്കൂളിൽ പോകാൻ എല്ലാം റെഡിയായി. അടിപൊളി. വീണ്ടും യൂണിഫോമിൽ കണ്ടപ്പോഴത്തേക്കും അല്ലേ 2 മാസം പുതിയ ബാഗും ഒക്കെ എടുത്തിട്ട് ഇട്ടപ്പോൾ പറയാൻ നല്ല രസമത്. ബാഗും എല്ലാം ഇട്ട് സൂപ്പറായിട്ട് ഇറങ്ങി. അവിടെ നിന്ന് ഇപ്പോൾ ബസ് വരും. അനുമോൻ ബസ്സേ കയറി പോവും. ബസ് പോയി കഴിഞ്ഞാൽ ഉടനെ അപ്പം ഞാൻ ഒരുങ്ങാൻ കയറി കേട്ടോ. എനിക്കൊരു ഒരുങ്ങണമല്ലോ. എല്ലാവർക്കും എല്ലാം ഈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുങ്ങുക. പക്ഷെ ഞാൻ എല്ലാം ചെയ്ത് പിന്നെ എൻ്റെ ഒരുക്കം കൂടെ നോക്കണം. അപ്പോൾ ഇനി ഞാനും കൂടെ ഒരുങ്ങിയിട്ട് അപ്പോഴത്തേക്കും ഞാൻ ഒരുങ്ങാൻ കയറിയപ്പോഴത്തേക്കും ബസ് വന്ന്. അപ്പോൾ അനുമോൻ ബസ് വന്നപ്പോഴത്തേക്കും അമ്മ ഞാൻ പോവാണെന്ന് യാത്ര പറഞ്ഞിട്ട് അനുമോൻ പോയി. അപ്പോൾ ഞാൻ കൊച്ചുമ്മ ഏൽപ്പിച്ചായിരുന്നു വീഡിയോ എടുക്കണേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കൊച്ചുമ്മ അത് കറക്റ്റായിട്ട് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. വണ്ടിയൊക്കെ ടാറ്റ കൊടുത്തിട്ട് ചിരിയാണ്. അവിടെ നിന്ന് ഓട്ടോ വന്നാൽ ഞങ്ങൾ സ്കൂളിൽ കയറി. അപ്പോൾ സ്കൂളിലോട്ട് പോകുന്ന വഴിക്ക് എൻ്റെ ക്ലാസ് എവിടെ ആയിരിക്കും, ഞാൻ മണ്ടയ്ക്കാണോ. അപ്പോൾ ഇനി 3ാം സ്റ്റാൻഡേർഡ് മണ്ടയ്ക്കാം. സ്റ്റെയർ കയറി പോകണം. അപ്പം സ്റ്റെയർ കയറി പോവണ്ടേ അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പോവുകയാണ്. അങ്ങോട്ട് ചെന്നപ്പോൾ തൊട്ട് അവിടെ പാട്ടും മേളവുമാണ്. മീറ്റിംഗ് ഉണ്ടല്ലോ. മീറ്റിങ്ങും ചെറിയ ചെറിയ പിള്ളേരുടെ പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടുന്ന് ക്ലാസ് ചോദിച്ചിട്ട് ഞങ്ങൾ മേളോട്ട് കയറുകയാണ്. കൂട്ടുകാരെല്ലാം ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് കൊച്ചുമ്മയെ കൊണ്ട് ക്ലാസ്സിൽ കയറ്റിയിട്ട് കൊച്ചുമ്മ വരുന്ന ക്ലാസ്സിലിരുന്ന് കൂട്ടുകാരെയൊക്കെ കണ്ട് സന്തോഷമായിട്ട്. ഇനിയും പിള്ളേരെല്ലാം വരാനുണ്ട്. വരുന്നേ ഉള്ളൂ. ഞങ്ങൾ കറക്റ്റ് 9 മണിയായപ്പോൾ ചെന്നു. ടീച്ചർ പറഞ്ഞായിരുന്നു 9:00 മീറ്റിംഗ് തുടങ്ങും. അപ്പോൾ അതിന് മുമ്പേ വരണമെന്ന്. അവിടുന്ന് ഞാൻ പിന്നെ മീറ്റിംഗ് നടക്കുന്ന ഭാഗത്ത് പോയിട്ട് അവിടെ ഇരുന്നു. അവിടെ ഇരുന്നപ്പോഴാണ് ശരിക്കും പോസ്റ്റ് ആയിരുന്നു. എല്ലാം ഒന്ന് കഴിഞ്ഞ് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചെന്ന് ക്ലാസ്സിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് ഇനി നേരെ തിരിച്ച് അപ്പോൾ വിശേഷങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഇനി എന്നും വിശേഷം പെറുക്കലാണല്ലോ. ഇനി എല്ലാ ദിവസവും വിശേഷങ്ങളുണ്ട്. അപ്പോൾ തിരിച്ച് എല്ലാവരും വിളിച്ചുകൊണ്ട് പോകുന്നു. അവിടെ നിന്ന് വന്നപ്പോൾ എന്നോട് പറഞ്ഞാൽ ഈ പാർക്കിലൊന്നും ഞാൻ കുറച്ച് നേരം കളിച്ചിട്ട് വരാമെന്നാണ്. അപ്പോൾ അനുമോനെ അപ്പുറത്ത് വിട്ടിട്ടില്ല. അതുകൊണ്ട് സമയം ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ 12:30 ആകുമ്പോൾ എടുത്തുള്ളൂ. കൊച്ചുമ്മയ്ക്ക് 11:15 ആയപ്പോഴേ എല്ലാം കഴിഞ്ഞു. അപ്പോൾ പാർക്കിൽ കയറി കളിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഒക്കെ കയറിക്കോട്ടെ. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും കളിക്കുന്നുണ്ട്. അപ്പം അവരങ്ങോട്ട് മാറിയപ്പോൾ പിന്നെ കൊച്ചുമ്മയും കയറി കളിച്ച് ഇച്ചിരി നേരം 5 മിനിറ്റ് പോലും എടുത്തില്ല. 2 വട്ടം കയറി ഒന്ന് ഇറങ്ങി ഒരു സന്തോഷം. 2 മാസം ഇതൊന്നും ഇല്ലാതിരുന്നതല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാ ദിവസവും ഡ്രില്ല് വരുന്ന പീരീഡ് ടൈമിലായിരിക്കും ഇവിടോട്ട് ഇറക്കുന്നത്. അവിടുന്ന് ഞങ്ങൾ അനുമ്മയുടെ സ്കൂളിൽ വന്നു. ഇതാണ് അനുവിൻ്റെ സ്കൂൾ കേട്ടോ. അവിടുന്ന് അനുവിനെ വിളിച്ച് നേരെ വീട്ടിൽ വന്ന് അകത്ത് കയറി. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ അനുവിന് പോയി സൈക്കിൾ വാങ്ങിച്ചു. കാരണം ഇതുവരെ സൈക്കിളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇനി ട്യൂഷന് പോകണം. പണ്ട് അനുമോനൊരു 1.5 വയസ്സുണ്ടായിരുന്നപ്പോൾ എനിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നു. ഇത്രയും നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ സൈക്കിൾ ഇപ്പോൾ മോശമായി. അപ്പോൾ ഇനി അവൾക്കൊരു സൈക്കിൾ മേടിച്ചു കൊടുക്കും. കാരണം അവൾ ഇനി ട്യൂഷനൊക്കെ വിടണമല്ലോ. അത് പോയി സൈക്കിളും എടുത്ത് ഞങ്ങൾ വീട്ടിൽ വന്ന്. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടില്ല. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ.